തിരുവനന്തപുരത്തെ ജർമ്മൻ കോൺസുലേറ്റിന് ബോംബ് ഭീഷണി. ഇമെയിലിലൂടെയാണ് ഭീഷണി സന്ദേശം ലഭിച്ചത്. പോലീസും ബോംബ് സ്ക്വാഡും ഇപ്പോൾ പരിശോധന നടത്തുകയാണ്. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. ഷഫീദ്, ഇത് തുടർച്ചയായി മൂന്നാം ദിവസമാണ് തിരുവനന്തപുരത്ത് വിവിധയിടങ്ങളിൽ ഈ ബോംബ് ഭീഷണി സന്ദേശം ലഭിക്കുന്നത്. ഇപ്പോൾ ജർമ്മൻ കോൺസുലേറ്റിനാണ് ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ, രാജ്ഭവന് നേരെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരേ സ്രോതസ്സിൽ നിന്നാണോ ഈ ഭീഷണി സന്ദേശങ്ങൾ ലഭിക്കുന്നത്? പോലീസിനും രഹസ്യ അന്വേഷണ വിഭാഗത്തിനുമൊക്കെ ഇതിൽ എന്തെങ്കിലും പുതിയ ഇൻപുട്ടുകൾ കിട്ടിയിട്ടുണ്ടോ? മറ്റെന്തെല്ലാം വിവരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്? ഗോപികൃഷ്ണൻ, കഴിഞ്ഞ ദിവസം, അതായത് കഴിഞ്ഞ 2 ദിവസവും തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലായിട്ട് എത്തിയിട്ടുള്ള ബോംബ് ഭീഷണിക്ക് സമാനമായി തന്നെയാണ് ഇപ്പോൾ ജർമ്മൻ കോൺസുലേറ്റിലും ഈ സ്വഭാവത്തിൽ ഒരു ബോംബ് ഭീഷണി സന്ദേശം എത്തിയിട്ടുള്ളത്. ആ സന്ദേശത്തിലും പരാമർശിച്ചിരിക്കുന്നത് ഈ തമിഴ്നാട്ടിൽ വലിയ ലഹരി കേസിൽ പിടിയിലായിട്ടുള്ള ജാഫർ സാദിഖുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഇന്ന് രാവിലെയോടുകൂടിയാണ് ഈ ഇമെയിൽ സന്ദേശം ജർമ്മൻ കോൺസുലേറ്റ് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് പെടുന്നത്. ശേഷം വലിയ പരിശോധന അവിടെ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നയതന്ത്രപരമായിട്ടുള്ള ഒരു കാര്യം കൂടി ഇക്കാര്യത്തിൽ ഉള്ളതിനാൽ വലിയ പരിശോധന ജർമ്മൻ കോൺസുലേറ്റ് കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. പോലീസും ബോംബ് സ്ക്വാഡും സംയുക്തമായിട്ടാണ് ആ പരിശോധന ഇപ്പോൾ നടത്തുന്നത്. ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസ്, അതേപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ്, രാജ്ഭവൻ, ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസ്, ഈ 4 സ്ഥലത്തായിരുന്നു തിരുവനന്തപുരത്ത് ഇന്നലെ ഭീഷണി സന്ദേശം എത്തിയത്. മിനിഞ്ഞാന്ന് സമാനമായി തിരുവനന്തപുരം വിമാനത്താവളത്തിലും റെയിൽവേ സ്റ്റേഷനിലും എത്തി. അതിന്റെ തലേ ദിവസവും തിരുവനന്തപുരത്തെ 2 ഹോട്ടലുകൾക്ക് ഈ ഭീഷണി സന്ദേശം എത്തിയിരുന്നു. 1.5 മാസം മുൻപ് കളക്ടറേറ്റിൽ വന്ന ഭീഷണി സന്ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതേ മാതൃക തന്നെയായിരുന്നു ആ സന്ദേശവും. അതായത് ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ലഹരിക്കെതിരെ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു, അത് നിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇന്നലത്തെ ഭീഷണി സന്ദേശമെങ്കിൽ അതേ കാര്യം തന്നെ, അതേ പേരുകൾ തന്നെ പറഞ്ഞുകൊണ്ട് 1.5 മാസം മുൻപ് കളക്ടറേറ്റിലേക്ക് എത്തിയ ഭീഷണി സന്ദേശത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് ഒരു അന്വേഷണം ആരംഭിച്ചിരുന്നു. എന്നാൽ ഈ IP ID, അതായത് ഈ ഇമെയിൽ ഐഡിയുടെ നിർമ്മിക്കാൻ ഉപയോഗിച്ച IP ID ഡാർക്ക് നെറ്റിൽ നിന്ന് ഡാർക്ക് വെബിൽ നിന്ന് ഉപയോഗിച്ചതാണ് എന്നുള്ളത് പോലീസ് കണ്ടെത്തി. പക്ഷേ അത് പോലീസിന് അതിന്റെ സോഴ്സ് കണ്ടുപിടിക്കാൻ കഴിയാത്തതിനാൽ മൈക്രോസോഫ്റ്റിനോട് പോലീസ് ഇതിനോടകം തന്നെ സഹായം തേടിയിട്ടുണ്ട്. ആ സഹായത്തിന് ഇതുവരെയും മറുപടി കിട്ടിയിട്ടില്ല. വീണ്ടും മൈക്രോസോഫ്റ്റിനോട് ഇന്നലെ വീണ്ടും പുതിയ പശ്ചാത്തലത്തിൽ പോലീസ് സഹായം അഭ്യർത്ഥിച്ചിരുന്നു. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നാണ് ഈ ഭീഷണി സന്ദേശം എത്തുന്നത്, ഇവരുടെ ഉദ്ദേശം എന്താണ്, ഇതൊരു വ്യാജ സന്ദേശമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യത ലഭിക്കും. ആ രീതിയിൽ തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. ഗോപികൃഷ്ണൻ. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.